എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സാധ്യത എന്താണ്? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്കതെല്ലാം അപര്യാപ്തമാണ്. വഞ്ചനയുണ്ട്, ചതിയുണ്ട്, പിടിച്ചുപറിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 5 വർഷം ഞങ്ങളെ പരീക്ഷിക്കൂ. അത് കറക്റ്റാണ്. അതെ അതെ. പിണറായി വിജയൻ ഒരു ഭാരതീയ ജനതാ പാർട്ടി പിണറായി വിജയൻ ഒരു ദ്രോഹിയാണ്. ആണോ? 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 ഞാനല്ലല്ലോ മത്സരിക്കുന്നത്. നിങ്ങളല്ലേ എല്ലാം വിലയിരുത്തുന്നവര്. ഭാരതീയ ജനതാ പാർട്ടിയെ വിലയിരുത്തും, കോൺഗ്രസിനെ വിലയിരുത്തും. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിന് പറയട നാട്ടുകാരോട്? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഞാൻ ഭരണത്തിന്റെ ദ്രോഹം എന്ന് പറഞ്ഞാൽ അതുണ്ടായിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. എന്തൊക്കെ മേഖലകളിൽ? ശബരിമല വൈകാരിക വിഷയമാണ്, തെരഞ്ഞെടുപ്പ് വിഷയമല്ല താങ്കൾ പറഞ്ഞു. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? എങ്ങനെയാണ് ഒരു വൈകാരിക വിഷയമാണെന്ന് ഒന്ന് വിശദീകരിക്കും. പിന്നെ എന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വരുന്നവരെ തച്ചടക്കണം എന്ന് തന്നെയാണ് എന്റെ വികാരം. ആരാണ് താങ്കളുടെ വിശ്വാസത്തെ സുപ്രീം കോടതിയോ കേരള സർക്കാരോ? ഏതാ? സുപ്രീം കോടതി കൊണ്ടുവന്ന എല്ലാം നിങ്ങൾ അങ്ങ് അനുസരിച്ചോ? 4 ഫ്ലാറ്റുകൾ പൊളിച്ചു, ബാക്കി ആര് പൊളിച്ചു? Don't try to play the fool with me, Nikesh. No, it's very bad. നിങ്ങൾ ഉടനെ സുപ്രീം കോടതിയുടെ തലയിലാ വെക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞോ ഈ കൊണ്ടുവന്ന് വലിച്ചു കയറ്റാൻ? പറഞ്ഞോ? സുപ്രീം കോടതിയല്ലേ ഈ ശബരിമല വിഷയത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്? അത് കേരള സർക്കാർ നടപ്പാക്കല്ലേ ചെയ്തിട്ടുള്ളത്? സുപ്രീം കോടതി പറഞ്ഞു പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് പോലീസ് ചട്ടയണിച്ച് കയറ്റാൻ. അതുകൊണ്ടല്ലേ അത് പോലീസിനെ വെച്ച് നടപ്പാക്കി. അപ്പൊ എന്റെ അവകാശങ്ങൾക്ക് നിങ്ങൾക്ക് സമരം ചെയ്യാം. നിങ്ങൾക്ക് പുന്നപ്പുറ കയറിയപ്പോ എന്താണ് നശിച്ചു പോയത്? എന്താണ് തൊലഞ്ഞു പോയത്? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്തിനാ അത് പൂട്ടിയത്? പുന്നപ്പുറ ഒരു പാർട്ടി പ്രോപ്പർട്ടിയാണ്. ചുമ്മാ ഇരിക്കും സാർ. ഒരു വഞ്ചനയുടെ കഥയുടെ ചുരുളുകൾ പൂട്ടിവെച്ചിരിക്കുന്ന ഒരു പാർട്ടി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. എന്താ ഉറക്കം വരുന്നു? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.